നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ബോർവെല്ലടിക്കുന്നതിനെ പറ്റിയാണ്. ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ്. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ഥാനനിർണ്ണയമാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒന്നാണ് സ്ഥാനനിർണ്ണയം. അതായത് കഴിയുന്നതും നമുക്ക് സ്ഥാനനിർണ്ണയത്തിന് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള സ്കാൻ ചെയ്യുന്ന ഇതാണ് നല്ലത്. അതിന് നമ്മൾ നല്ലൊരു കമ്പനിയെ തിരഞ്ഞെടുക്കുക ആദ്യം. ഞാനിവിടെ വിളിച്ചത് സഹാറ ഗ്രൗണ്ട് വാട്ടർ എന്ന കമ്പനിയെയാണ്, കണ്ണൂരുള്ള. അവർ വന്നു നമുക്ക് സ്ഥാനം നിർണ്ണയിച്ച് തന്നു. അതായത് അവരിവിടെ വന്ന് സൈറ്റിൽ വന്ന് ചെയ്യുന്നതിന് ഒരു 5000 രൂപയാണ് എന്നോട് മേടിച്ചത്. അതായത് 6000 രൂപയാണ്. അപ്പോൾ രണ്ടാളത് ഉള്ളത് കൊണ്ട് എനിക്കും എൻ്റെ കമ്പനിക്കാരൻ്റെ വീട്ടിലും ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഒന്നിന് 5000 രൂപ വെച്ച് മേടിച്ചു. അവരെ സ്ഥാനം നിർണ്ണയിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സ്കാൻ ചെയ്ത് നോക്കി അവിടെ നിന്ന് ഭൂമിയിൽ എത്ര അടിയിൽ വെള്ളമുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് നേരിട്ട് കാണിച്ചു തരുന്നതാണ്. അതായത് സ്കാൻ ചെയ്തിട്ട് അതിൽ കാണിച്ചു തരും. അങ്ങനെ നോക്കിയതിന് ശേഷം അവർ സ്ഥാനം കുറ്റി അടിച്ചു തരും. ആ കുറ്റി അടിച്ചതിൽ നിന്ന് നമ്മൾ എന്തെന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ടത്, ആ കുറ്റി അടിച്ച സ്ഥാനത്ത് നിന്ന് മാറാൻ പാടില്ല. നമ്മൾ വലിയ കിണർ കുത്തുന്നത് പോലെ ബോർവെല്ലടിക്കുമ്പോൾ കറക്റ്റ് തന്നെ ആയിരിക്കണം. കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് 4 ഇഞ്ച് 6 ഇഞ്ച് 10 ഇഞ്ച് അങ്ങനെയുള്ള വ്യാസത്തിലാണ് വരിക. അപ്പോൾ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ക്യാഷ് മുടക്കിയത് വെറുതെ ആവും. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, എത്ര താത്താൻ കഴിയുന്നുവോ വെള്ളം കണ്ടെന്ന് വെച്ചിട്ട് പെട്ടെന്ന് നിർത്താൻ പാടില്ല. പരമാവധി താത്താൻ കഴിയുന്ന അത്രയും നമ്മൾ താഴ്ത്തേണ്ടതാണ്. അതെന്തെന്ന് വെച്ചാൽ ബോർവെല്ലടിക്കുന്ന കമ്പനിക്കാർ ഒരു വെള്ളം കണ്ടു കഴിഞ്ഞാൽ പരമാവധി നമ്മളോട് പറയും, ഇനി താത്താൻ കഴിയില്ല, ഇനി താത്തണമെങ്കിൽ ബുദ്ധിമുട്ടാണ്, ബോർവെല്ല് താവുന്നില്ല, ഭയങ്കര പ്രഷറാണ്, വെള്ളം പ്രഷറായതുകൊണ്ട് എന്നൊക്കെ പറയും. പക്ഷെ നമ്മളത് കേട്ട് നിർത്താൻ പാടില്ല. അവർ പറയും പരമാവധി വെള്ളം ഉണ്ടാവും, നല്ല വെള്ളമുള്ള കിണറായതുകൊണ്ട് ഇനി താത്തണമെന്നില്ലെന്ന്. പക്ഷെ നമുക്ക് എത്ര താത്താൻ പറ്റും അത്രയും താത്തുന്നത് നല്ലതാണ്. താത്തി കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്കെന്താ സ്റ്റോറേജ് ഉണ്ടാവില്ല. ഭൂമിയിൽ പറഞ്ഞാൽ ഓരോ വർഷവും ഭൂമിയിൽ വെള്ളം താന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വെള്ളം കുറവാകും. ഭാവിയിൽ അത് പിന്നെ അതിലേക്ക് രണ്ടാമത് ചെയ്യാറിഞ്ഞാൽ വലിയൊരു കോസ്റ്റ് വരും. അതിന് ഇതേ റേറ്റ് തന്നെ വരും അവിടെ ചെയ്യണമെങ്കിൽ. ഇതിപ്പോൾ എനിക്ക് ഒരടിക്ക് 77 രൂപ വെച്ചിട്ടാണ് ഞാൻ ചെയ്യിച്ചത്. അത് 80 100 ചെയ്യണവരുണ്ട്. പരമാവധി കുറച്ച് ചെയ്തു തരാമെന്ന് ഇവർ പറഞ്ഞു. അങ്ങനെ 77 രൂപ ഒരു അടിക്ക് വെച്ചിട്ടാണ് ചെയ്തത്. ഞാനിപ്പോൾ ഇത് 70 അടിയിൽ അവർ വെള്ളം കാണുമെന്ന് പറഞ്ഞു. 70 അടിയിൽ കണ്ടു. 270 അടി താത്തി. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് അടുത്തുള്ളൊരു കിണറുണ്ട്. ആ കിണറിലേക്ക് വെള്ളം പോയിട്ട് അതിനടുത്തുള്ള കിണറിലേക്ക് ആ വെള്ളം പൊന്തുന്നതാണ് കണ്ടത്. 270 അടി താത്തി. അപ്പോൾ എന്നോട് പറഞ്ഞു ഇനി താത്താൻ കഴിയില്ല, വെള്ളം ഓവറാണ് എന്നൊക്കെ പറഞ്ഞു. 7 മിനിറ്റിൻ്റെ അടുത്ത് വരുന്നുണ്ട്, അതുകൊണ്ട് ഇനി ബോർവെല്ല് താത്താൻ കഴിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പരമാവധി താത്തി എന്ന് പറഞ്ഞപ്പോൾ ടൈം വെച്ച് ഞാൻ മൊബൈലിൽ ടൈമർ വെച്ച് നോക്കി. അപ്പോൾ എത്രയാവുന്നുള്ളൂ, 3 മിനിറ്റും 47 സെക്കൻഡും ആവുന്നുള്ളൂ ഒരു 5 അടിയുടെ ഒരു വിറ്റ് താകാൻ. അങ്ങനെ അവർ 270 അടി ആയതിനു ശേഷം ഞാൻ ഈ സഹാറ ഗ്രൗണ്ട് വാട്ടർ പറഞ്ഞ കമ്പനിയെ വിളിച്ചു. അവർ പറഞ്ഞു ഇനി താത്തണമെന്നില്ല, അപ്പോൾ പരമാവധി 200 അടി സ്റ്റോറേജ് ആയില്ലേ, അതുകൊണ്ട് ഇനി നിർത്തിയെന്ന് വെച്ചിട്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ 270 അടിയിൽ ഞാൻ നിർത്തി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മോട്ടർ വെക്കുന്നത്. അതായത് മോട്ടർ വെക്കുമ്പോൾ പരമാവധി ഏറ്റവും നല്ല കമ്പനി തന്നെ വേണം. കാരണം ഇത്രയും അടിയിൽ നിന്ന് വെള്ളം തള്ളി വരാനുള്ളതാകുമ്പോൾ കുറഞ്ഞ പൈസയ്ക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് അതൊന്നും മേടിച്ച് വെക്കാൻ പാടുള്ളതല്ല. നല്ല കമ്പനി സാധനം തന്നെ മേടിച്ച് വെക്കുക. 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് ഇത്ര HP ഉള്ള 1 ഇഞ്ച് അല്ല 1.5 HP അല്ലെങ്കിൽ 1 HP ഇത്രയും മോട്ടർ വെക്കാൻ പാടുള്ളൂ. കൂടുതൽ പവറുള്ളത് HP കൂടിയത് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ബോർവെല്ലിലെ വെള്ളം പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറണമെന്നില്ല. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, നമ്മളെ ഇതിൻ്റെ പൈപ്പാണ്. അതായത് പണ്ട് റോളുകളായിട്ടുള്ള നമ്മളെ പൈപ്പുകളാണ് വെച്ചിരുന്നത്. ഇതിപ്പോൾ അവിടെ
ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് ഇത്ര ഫോഴ്സിൽ വരുന്നത് ഇത് നല്ല വെള്ളമുള്ള കിണറായതുകൊണ്ടാണ്. വെള്ളം കുറഞ്ഞ കിണറിലാണെങ്കിൽ ഇത്ര ഫോഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ അടിയിലുള്ള വേസ്റ്റുകളോ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പിന്നെ പൈപ്പ് പറഞ്ഞാൽ ഇപ്പോൾ 3 മീറ്റർ 4 മീറ്ററിൽ ഊരിയെടുക്കാൻ പറ്റുന്ന പൈപ്പുകളുണ്ട്. അത് മേടിച്ച് വെക്കുകയാണ് ഏറ്റവും ബെറ്റർ. കാരണം അതാകുമ്പോൾ കുറഞ്ഞ സ്ഥലത്ത് നമുക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒന്ന് ഊരി മോട്ടറിന് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വരുമ്പോൾ മാറ്റാൻ കഴിയും. മറ്റേതാകുമ്പോൾ അത് കഴിയില്ല. അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതാണ്. അതുവരെ ഓക്കെ.